താനെന്താ നേരത്തെ കടന്നു കളഞ്ഞത്? ഇതിനകത്ത് അടിച്ചിട്ട് എന്തോ ചെയ്യുവാ? മുട്ട വിരിക്കുന്നു. നല്ലൊരു ട്രീറ്റ് കളഞ്ഞു വിളിച്ചില്ലേ? ആരുടെ ട്രീറ്റ് ആയിരുന്നു? ഇന്നലെ നിന്നോട് വോട്ട് ചോദിച്ചില്ലേ ആ തനിനിറം ബാലേന്ദ്രൻ? ഹി വാസ് മൈ വിക്ടിം ടുഡേ. ഞാൻ ഇന്ന് മുഖം കഴിയിട്ട് വരാം, എന്നിട്ട് കാപ്പി കുടിക്കാൻ പോ. താനെന്താ വായിക്കുന്ന ഇത്ര സീരിയസ് ആയി? ടെക്സ്റ്റ് ആണോ? വേരുകൾ. നടക്കട്ടെ നടക്കട്ടെ. തന്റെ തല മുഴുവൻ ഈ ലോകത്ത് നടക്കാത്ത സ്വപ്നങ്ങളും കഥകളും ആണല്ലോ. എന്താ മൗനം? ചെക്കന്മാർ വല്ല കമന്റ് പഠിച്ചോ? തന്റെ ഈ ഗ്ലൂമി മൂടൊന്ന് മാറ്റാൻ നോക്കട്ടെ. വൈകുന്നേരം നമുക്ക് ടൗൺ ഹാളിൽ പോണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല എന്റെ കസിൻ പ്രദീപ് കക്ഷിന്ന് അവിടെ കവിത വായിക്കുന്നുണ്ട്. ഞാനില്ല. കവിത തനിക്കും പ്രിയപ്പെട്ടാണല്ലോ. എങ്കിലും ഞാനില്ല. താൻ വന്നില്ലെങ്കിലും ഞാൻ പോവും. എന്നത്രയ്ക്കാണോ? ഏയ് അല്ല, 1-2 നോവലുകൾ എടുക്കാനാണ്. ഇരിക്കൂ. ഏതൊക്കെയാ പുതിയത്? മുട്ടത്തുറക്കർ സെക്ഷൻ ആണെങ്കിൽ അവിടെയുണ്ട്. യു ക്യാൻ സെലക്ട് ബെസ്റ്റ് സെല്ലേഴ്സ്. ഏയ് എനിക്കല്ല, രമണിക്ക. ഞാനിതൊന്നും വായിക്കാറില്ലെന്ന് പ്രദീപിന് അറിയില്ലേ? ഓ, ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുത്താൻ മറന്നു. പേര് രമണി. എങ്ങനെ അറിയാം? വത്സ തന്നെയല്ലേ ഇപ്പൊ രമണി എന്ന് പറഞ്ഞത്? ഞങ്ങൾ രണ്ടാളുമാ അന്ന് കവിത കേൾക്കാൻ വന്നത്. എനിക്കിഷ്ടം ഉണ്ടായിട്ടില്ല. ഈ കുട്ടിയുടെ ബോർ മാറ്റാൻ ഞാൻ കണ്ടുപിടിച്ചൊരു ചേഞ്ച്. അതിന് കവിത വല്ല ഡാബർ പ്രാവശ്യമാണ്. പ്രദീപിനെ പോലെ തന്നെ സംസാരിക്കുന്നതിൽ പിശുക്കുകാരിയാ രമണിയും. റൂംമേറ്റ് ആയതുകൊണ്ടാവാം എന്നോട് സംസാരിക്കും. കഥയും നോവലും വായിക്കുന്നവർക്ക് പുതിയ ആളുകളോട് സംസാരിക്കാൻ നാണക്കേടായിരിക്കും അല്ലേ? ചുറ്റും ശബ്ദങ്ങളല്ലേ, അപ്പോ ചിലരുടെ നിശബ്ദതയ്ക്ക് അർത്ഥമുണ്ടാവും. ദേ, ആ പുസ്തകം തരാത്ത എന്താ? ടീച്ചർ ഇന്നും ചോദിച്ചു. കടം വാങ്ങിയ പുസ്തകങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഞാൻ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടുന്നുണ്ട്. അവിടെ വരൂ, കൈപ്പറ്റാം. മതി മതി, ഇനി എനിക്ക് അബദ്ധം പറ്റാതെ നോക്കാം. കാപ്പി വാങ്ങിത്തരാൻ ഉദ്ദേശമുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് പോകണം. പ്രദീപിന്റെ കവിത ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ചില വരികൾ മുറിയിൽ മൂളി നടക്കുന്നത് കേൾക്കാം. സർ, 3 ഓറഞ്ച് ജ്യൂസ്. എനിക്ക് ജ്യൂസ് വേണ്ട. പിന്നെന്താ, റം വേണോ? ഒരു സ്ട്രോങ് ടീ. ഹലോ, വരുന്നു. പ്രൊഫസർ PG മേനോൻ. പ്രൊഫസറുടെ കീഴിൽ പ്രദീപ് റിസർച്ച് തുടങ്ങിയിട്ട് 3 വർഷമായി. ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെയാ നിൽക്കുന്നത്. പ്രൊഫസർ എന്താ പറഞ്ഞത്? ഒരു പൈന്റ് വിസ്കി വീട്ടിലുണ്ട്, കമ്പനി ചേരാൻ ചെല്ലുന്നു. പോകുന്നോ? വെറുതെ കിട്ടുന്ന അവസരങ്ങൾ ആരെങ്കിലും പാഴാക്കൂ? ദേ, ഇതൊന്നും കൂട്ടുകാരോട് പോയി അടിച്ചേക്കരുത്. കുടിക്കാം, അത് ആളുകൾ അറിയുന്നതിനെന്താ? വെറുതെ പ്രൊഫസറെ വലിച്ചേക്കേണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. എനിക്ക് മദ്യപാനം രഹസ്യമല്ല.
വത്സ വർഗീസിന് വിസിറ്റർ. വത്സ കുളിക്കുന്നു. കുറെ നല്ല കവിതകളുടെ കളക്ഷൻ. ഇതിൽ ഞാനൊന്ന് ചൊല്ലിയ കവിതയുമുണ്ട്. ഹായ് പ്രദീപ്, എന്ത് തോന്നി ഇതിലെങ്ങനെ വരാൻ? വീട്ടിൽ ചെല്ലണമെന്ന് അച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഓ, മഹാത്ഭുതങ്ങളിൽ ഒന്നുകൂടി കേൾക്കട്ടെ. എനിക്ക് പോകാൻ പറ്റില്ല. വത്സ പോകുന്നുണ്ടെങ്കിൽ എന്താ വിവരം അറിഞ്ഞു വരൂ. എന്നെ കൊണ്ടാവില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ അങ്കിളിന്റെ ചീത്ത ഞാനാ കേട്ടത്. അവിടെ നിൽക്കേ, ഞാൻ കൂടെ വരാം. ഒരു തവണ കൂടി ഞാൻ അങ്കിളിനെ പോയി കാണാം. മണിയോട് ഒപ്പിട്ട് വാങ്ങിക്കുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അങ്കിളിനോട് പറയാം. എനിക്ക് കമ്മീഷൻ തന്നാ മതി. നമുക്കേ ഇവർക്കൊരു കല്യാണം ആലോചിക്കാം. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ ചുണ്ടിലുറയുന്നു ഘനശൈത്യഭാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ. പകലായ പകലൊക്കെ വറ്റിക്കഴിഞ്ഞിട്ടും പതിവായി നീ വന്ന നാളിൽ പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിന്റെ ചെരുവിൽ കിടന്നുവോ നമ്മൾ. പിരിയാതെ ശുഭരാത്രി പറയാതെ കുന്നിന്റെ ചെരുവിൽ കിടന്നുവോ നമ്മൾ. പുണരാതെ ചുംബനം പകരാതെ മഞ്ഞിന്റെ കുളിരിൽ കഴിഞ്ഞുവോ നമ്മൾ. വരുമെന്നു ചൊല്ലി നീ ഘടികാര സൂചിതൻ പിടി നിൽക്കുന്നില്ല കാലം. പലരുണ്ടു താരങ്ങൾ, അവർ നിന്നെ ലാളിച്ചു പലതും പറഞ്ഞതിൻ ലഹരിയായി തീർന്നുവോ. പറയൂ മനോഹരി സന്ധ്യേ, പറയൂ മനോഹരി സന്ധ്യേ. അറിയുന്നു ഞാനിന്നു നിന്റെ വിഷമൂർച്ഛയിൽ പിടയുന്നുവെങ്കിലും സന്ധ്യേ, ചിരിമാഞ്ഞു പോയൊരൻ ചുണ്ടിന്റെ കോണിലൊരു പരിഹാസമുദ്ര നീ കാണും. ചിരിമാഞ്ഞു പോയൊരൻ ചുണ്ടിന്റെ കോണിലൊരു പരിഹാസമുദ്ര നീ കാണും. ഒരു ജീവിതത്തിന്റെ ഒരു സൗഹൃദത്തിന്റെ മൃതിമുദ്ര നീ അതിൽ കാണും. നീ തന്നു ജീവിതം സന്ധ്യേ, നീ തന്നു മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. ഇനിയുള്ള കാലങ്ങൾ ഇതിലേ കടക്കുമ്പൊഴിതുകൂടിയൊന്നോർത്തു പോകും. എരിയാത്ത സൂര്യനും വിളറാത്ത ചന്ദ്രനും വിറയാത്ത താരവും വന്നാൽ, അലറാത്ത കടൽ മഞ്ഞിൽ ഉറയാത്ത മലകാറ്റിൽ ഉലയാത്ത മാമരം കണ്ടാൽ, അവിടൻ പരാജയം പണി ചെയ്ത സ്മാരകം നിവരട്ടെ നിൽക്കട്ടെ സന്ധ്യേ. അവിടൻ പരാജയം പണി ചെയ്ത സ്മാരകം നിവരട്ടെ നിൽക്കട്ടെ സന്ധ്യേ. എവിടുന്നു വന്നിത്ര കടുകൈപ്പു വായിലെന്നറിയാതുഴന്നു ഞാൻ നിൽക്കേ. കരിവീണ മനമാകെ എരിയുന്നു പുകയുന്നു, മറയൂ നിശാഗന്ധി സന്ധ്യേ, മറയൂ നിശാഗന്ധി സന്ധ്യേ. ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരൊല്ലേ വരൊല്ലേ. അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരൊല്ലേ വരൊല്ലേ. അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരൊല്ലേ വരൊല്ലേ. നീ തന്ന ജീവിതം, നീ തന്ന മരണവും നീ കൊണ്ടുപോകുന്നു സന്ധ്യേ. നീ തന്ന ജീവിതം, നീ തന്ന മരണവും നീ കൊണ്ടുപോകുന്നു സന്ധ്യേ. അവസാനം ഈ യാത്ര അവസാനമല്ലോ. അവസാനം ഈ യാത്ര അവസാനമല്ലോ. അവസാനം ഈ യാത്ര അവസാനമല്ലോ.
ഹലോ ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്. ധ്യാനമോ സഞ്ചാരമോ ഏതായിരുന്നു? ഞാനിന്നലെ വീട്ടിൽ വന്നിരുന്നു, കണ്ടില്ല. നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് കടക്കും. ഓക്കെ. ഹോസ്റ്റലിലേക്ക് വരുന്നു. വത്സവ്യുണ്ട്. ഇപ്പോഴേതായാലും ഇല്ല. വൈകുന്നേരം വത്സയെ കാണണമെന്ന് പറയൂ. എവിടെ വെച്ച്? അത് വത്സയ്ക്കറിയാം. വത്സ ലേറ്റായതിൽ സഖി ഇപ്പോ ദേഷ്യപ്പെടുന്നുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ഞാൻ അടുത്ത് തന്നെ വേണം. എനിക്കും രമണിയെ ഇഷ്ടമാണ്. ദേ, പിന്നെ കുഴപ്പമുണ്ടാക്കരുത്. പ്രദീപ് ആയതുകൊണ്ടാ ഞാൻ ആ കുട്ടിയെ പരിചയപ്പെടുത്തിയത്. രമണി ഒന്ന് ചിരിച്ചു കാണാൻ വേണ്ടി മാത്രം. വത്സേ, ഞാൻ പറഞ്ഞതിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല. നീ എന്താ അങ്ങനെ ആലോചിച്ചത്? എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരുന്നാ മതി. എന്താ ഇത്രയും താമസിച്ചത്? പ്രദീപിനോട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് നല്ല ഫോമിലായിരുന്നു. ഞാനിന്ന് പ്രദീപിനെ കുറെ ചീത്ത പറഞ്ഞു. എന്തിന്? അത് താൻ അറിയണ്ട. രമണി എന്താ ആലോചിക്കുന്നത്? നമുക്ക് പോകാം പ്രദീപ്. കുറച്ചു നേരം കൂടി ഇരിക്കൂ. ഒരിക്കലും മടുപ്പിക്കാത്ത ഒന്നാണ് കടൽ. പല രാത്രികളിലും ഈ വേലിയേറ്റത്തിലുള്ള സംഗീതം കേട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ കവിത എഴുതാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പറ്റി ചരമഗീതം എഴുതി സൂക്ഷിക്കുന്ന മഹാകവികളെ കണ്ടിട്ടില്ലേ? അവർക്കിവിടെ വരണം കവിത എഴുതാൻ. എപ്പോഴും പുസ്തകവും പേനയുമായി പുഴയെയും കടലിനെയും നോക്കി കവിത എഴുതുന്ന സിനിമയിലെ കവികളെ കണ്ടിട്ടില്ലേ? അവർക്കും ഇവിടെ സൃഷ്ടി നടത്താം. എനിക്ക് ദുഃഖമാണ് എന്ന് വിളിച്ചു കരയുന്ന സർക്കാർ കവികളില്ലേ? അവർക്കും ഇവിടെ വരണം കവിത എഴുതാൻ. നമുക്ക് പോവാം. സമയം ഒരുപാടായി. രമണിക്ക് പേടി തോന്നുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മറ്റുള്ളവർ നമ്മൾ പ്രേമത്തിലാണെന്നേ പറയൂ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഞാനങ്ങനെ ആയിക്കൂടാ. എനിക്കത് പാടില്ല. ഈ നിമിഷം നിന്നെ എനിക്ക് എന്റെ കൈകളിൽ ഒതുക്കി നിർത്തണം. ഈ കടലിന്റെ ശബ്ദം കടം വാങ്ങി എനിക്ക് പാടണം. സ്വന്തമാക്കാനല്ല, സ്നേഹിക്കാൻ, സ്നേഹിച്ചു മരിക്കാൻ.
പ്രദീപ്, പ്ലീസ് നമുക്ക് പോവാം.